മലയാളികളുടെ ഡിജിറ്റൽ വിനോദം സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒന്നാണ് താരകുടുംബങ്ങളുടെ വ്ലോഗിംഗ്. ഇതിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം. കൃഷ്ണകുമാർ, ഭാര്യ സിന്ധു കൃഷ്ണ, മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം സ്വന്തമായി യൂട്യൂബ് ചാനലുകളുള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ താരങ്ങളാണ്. ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ മറ്റ് സഹോദരിമാരെ പോലെ സിനിമയിൽ അഭിനയിച്ചല്ല ആരാധകരെ നേടിയത്. തന്റെ തനതായ നൃത്ത ചുവടുകളിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്തതും തുറന്നതുമായ സംസാര ശൈലിയിലൂടെയുമാണ് ദിയ സൈബർ ഇടങ്ങളിൽ തന്റേതായ ഒരിടം ഉറപ്പിച്ചത്. ഭർത്താവ് അശ്വിനൊപ്പം ചേർന്ന് ഒരു ആഭരണ ബിസിനസ് നടത്തുന്ന ദിയ അടുത്തിടെ എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ച് തന്റെ ബിസിനസിന്റെ MD പദവി ഏറ്റെടുത്ത് അശ്വിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു. എന്നാൽ വ്യക്തിപരമായ ചില നിലപാടുകൾ ബ്ലോഗിലൂടെ തുറന്നു പറഞ്ഞതോടെ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയൊരു വിഭാഗം പ്രേക്ഷകരുടെ കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിരിക്കുകയാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രതിഷേധം ഉയരാൻ കാരണം അവർ തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ്. അമ്മായി അമ്മയെ എന്തിനാണ് ആന്റി എന്ന് വിളിക്കുന്നതെന്ന ആരാധകരുടെ ചോദ്യത്തിന് ദിയ നൽകിയ വ്യക്തവും കർശനമായ മറുപടിയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്റെ അമ്മ സിന്ധു കൃഷ്ണയും എന്റെ അച്ഛൻ കൃഷ്ണകുമാറും മാത്രമാണ്. അശ്വിന്റെ അച്ഛനും അമ്മയും എനിക്ക് അങ്കിളും ആന്റിയുമാണ്. അതുപോലെ തന്നെയാണ് അശ്വിനും. അവൻ എന്റെ അച്ഛനെയും അമ്മയും അങ്കിൾ ആന്റി എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ അച്ഛ അമ്മ എന്നല്ല. സ്വന്തം മാതാപിതാക്കളെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതോടൊപ്പം തന്നെ മകനായ ഓമിയുടെ ഭാവിയെക്കുറിച്ചും ദിയ ഒരു വിചിത്രമായ പ്രസ്താവന നടത്തി. ഓമി വലുതായി കല്യാണം കഴിച്ച ശേഷം ഭാര്യയുടെ അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ അത് ഞാൻ ചോദ്യം ചെയ്യുമെന്നും അപ്പോൾ ഞാൻ ആരാടാ നിനക്കെന്ന് ചോദിക്കുമെന്നും ദിയ വ്യക്തമാക്കി. ഈ വാക്കുകളാണ് കുടുംബ ബന്ധങ്ങളുടെ പരമ്പരാഗത രീതികളെ, മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന മലയാളി പ്രേക്ഷകരെ കടുത്ത രീതിയിൽ ചൊടിപ്പിച്ചത്. ഇന്ത്യൻ, പ്രത്യേകിച്ചും കേരളീയ പശ്ചാത്തലത്തിൽ വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേർക്കലാണ്. വിവാഹശേഷം പങ്കാളിയുടെ മാതാപിതാക്കളെ സ്വന്തം അച്ഛനായും അമ്മയും കാണുക എന്നത് ഇവിടെ ഒരു വലിയ സാമൂഹിക മര്യാദയും സ്നേഹത്തിന്റെ അടയാളവുമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ദിയ ഈ പരമ്പരാഗത സങ്കല്പങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. രക്തബന്ധമുള്ള നമ്മളെ പ്രസവിച്ചു വളർത്തിയ മാതാപിതാക്കൾക്ക് നൽകുന്ന അതേ പദവി മറ്റൊരു വ്യക്തിക്ക് നൽകുന്നത് സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന അനീതിയാണെന്ന് ലളിതമായ ചിന്തയാണ് ദിയ മുന്നോട്ട് വെക്കുന്നത്. ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെന്റുകളും പരസ്പര ബഹുമാനവുമാണ് പ്രധാനം. പങ്കാളിയുടെ മാതാപിതാക്കളെ അന്യരെ പോലെ കാണുന്നത് സ്നേഹമില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ് ഭൂരിഭാഗം പേരും കമന്റുകളിലൂടെ ആരോപിക്കുന്നത്. ഈ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്ക് താഴെയും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. മുൻപ് ദിയയുടെ നട്ടലുള്ള സംസാരത്തെയും നൃത്തത്തെയും പ്രശംസിച്ചിരുന്ന പലരും ഇപ്പോൾ തങ്ങൾക്ക് ദിയയുടെ താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് തുറന്നടിക്കുന്നു. അടുത്തിടെ കുഞ്ഞിന്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വ്ലോഗ് ദിയ പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർ വീഡിയോയുടെ ഉള്ളടക്കത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്തത് ദിയയുടെ മുൻകാല പെരുമാറ്റങ്ങളെ കുറിച്ചായിരുന്നു. ഒരൊറ്റ വാചകം കൊണ്ട് ദിയ വലിയൊരു വിഭാഗത്തിന് വെറുക്കപ്പെട്ടവളായി മാറിയെന്ന രീതിയിലാണ് കമന്റുകൾ. നിലവിലുള്ള കടുത്ത നവമാധ്യമ വിമർശനങ്ങളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും നെഗറ്റീവ് ഇമേജ് മാറ്റാനുമാണ് ദിയ ഇപ്പോൾ കുഞ്ഞിനെ വെച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതെന്ന് ചിലർ ആരോപിക്കുന്നു. എങ്ങനെ ആളുകളെ ചാനലിലേക്ക് കൂട്ടാമെന്ന ചിന്ത മാത്രമാണ് ദിയയ്ക്കുള്ളതെന്നും കടുത്ത വിമർശനങ്ങൾ കുറിക്കുന്നു. ദിയ കൃഷ്ണ തന്റെ തെറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അംഗീകരിക്കാൻ മടിക്കുന്ന സ്വഭാവക്കാരിയാണെന്നൊരു ആക്ഷേപവും പ്രേക്ഷകർക്കിടയിൽ ശക്തമാണ്. ഇതിന് തെളിവായി വ്ലോഗ് പതിവായി കാണുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ കാണാൻ അശ്വിനെ പോലെയാണെന്ന് ആരെങ്കിലും കമന്റ് ചെയ്താൽ ദിയ ഉടൻ തന്നെ അത് തിരുത്തും. ഇല്ല, ബേബി എന്നെ പോലെയാണ്, അശ്വിനെ പോലെയല്ല എന്ന് വാശി പിടിക്കുന്ന ഒരു അമ്മ എന്ന നിലയിലുള്ള അമിതമായി പൊസസീവായിട്ടാണ് പലരും കാണുന്നത്. ഒരാഴ്ച മുൻപ് ദിയ തന്റെ കുഞ്ഞിനെ മമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ കുഞ്ഞ് വ്യക്തമായി അപ്പ എന്നാണ് വിളിച്ചത്. ഇത് കണ്ട പ്രേക്ഷകർ ബേബി അപ്പയെ വിളിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ കമന്റ് ചെയ്തപ്പോൾ ദിയ അതിന് മറുപടിയുമായി എത്തി. ഇല്ല, അവൻ എന്നെയാണ് വിളിച്ചത്. എന്റെ കുഞ്ഞ് എന്ത് വിളിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത്തരം സ്വഭാവങ്ങൾ ദിയയുടെ സ്വഭാവത്തിലെ നിർബന്ധ ബുദ്ധിയാണ് കാണിക്കുന്നതെന്നും വിമർശകർ വാദിക്കുന്നു. ഈ വിഷയത്തിൽ ദിയ കൃഷ്ണ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. ആധുനിക ചിന്താഗതിയുള്ള ആളുകൾ പറയുന്നത് ഒരാൾ തന്റെ അമ്മായിയമ്മയെ എന്തു വിളിക്കണം എന്നത് പൂർണ്ണമായും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഉള്ളിൽ സ്നേഹമില്ലാതെ പുറമേക്ക് മാത്രം അമ്മ അച്ഛ എന്ന് വിളിക്കുന്ന ഇരട്ടത്താപ്പിനേക്കാൾ നല്ലത് തങ്ങൾക്ക് തോന്നുന്ന ബഹുമാനം ആന്റി അങ്കിൾ എന്ന വിളികളിലൂടെ കൃത്യമായി പ്രകടിപ്പിക്കുന്നതാണെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ദിയ ചിന്തിക്കണമായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. സോഷ്യൽ മീഡിയയിലെ ജനപ്രീതി എന്നത് എത്രത്തോളം താൽക്കാലികവും പ്രവചനാതീതവുമാണെന്ന് ദിയ കൃഷ്ണയുടെ ഇപ്പോഴത്തെ സാഹചര്യം തെളിയിക്കുന്നു. ഒരു വശത്ത് സ്വന്തം ബിസിനസ്സും കുടുംബവുമായി മുന്നോട്ട് പോകുമ്പോഴും അനാവശ്യമായ പ്രസ്താവനകൾ കാരണം വലിയൊരു സൈബർ ഓഡിറ്റിംഗിനാണ് ദിയ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിമർശിക്കുന്നവർക്ക് മറുപടിയായി അശ്വിനും ഓമിക്കൊപ്പമുള്ള പുതിയ വീഡിയോകളുമായി ദിയ വ്ലോഗിങ്ങിൽ സജീവമായി തുടരുകയാണ്.
ഈ സൈബർ പ്രതിഷേധങ്ങൾ ദിയയുടെ ചാനലിന്റെ ജനപ്രീതിയെ ബാധിക്കുമോ അതോ കൂടുതൽ ആളുകളിലേക്ക് ചാനൽ എത്തിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ വ്യൂസ് കണക്കുകൾ വ്യക്തമാക്കി തരും.